അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകണം അറിയോ? നമ്മൾ വെറുതെ ഇങ്ങനെ വണ്ടി എടുത്താണ്ട് ഇറങ്ങിയാണ്, എങ്ങോട്ടൊന്നും പ്ലാനിങ് ഒന്നുമില്ല. ദെൻ പോയൊക്കെയാണ്, ഒന്നും നോക്കിയില്ല. പെട്രോൾ പമ്പ് കയറിക്കാണ്, നേരെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് നമ്മൾ 3 ബുള്ളറ്റ് എടുത്തിട്ട് 6 പേരാണ് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു പപ്പായൻ്റെ കഷ്ണം കഴിച്ചിട്ടാണ് നേരെ ആ പുല്ലിലാണ്ട് കിടന്നുറങ്ങി. അതാണ്ട് കഴിച്ചിട്ട് ഒറ്റ നീച്ചൽ നേരെ ടയറിൽ കാറ്റ് കുറവായിരുന്നു, അത് നിറച്ച്. അത് കഴിഞ്ഞിട്ട് നേരെ നല്ല നാടൻ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ നമ്മളെ നാട്ടുകാരുണ്ട് ട്രിപ്പ് പോകണം ഊട്ടിക്ക്. അവരും കണ്ട് വർത്താനം പറഞ്ഞ് പിന്നെ ഒന്നും നോക്കില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാതെ ഇറങ്ങിയായിരുന്നു. നമ്മൾ മലപ്പുറം പോകുന്ന റൂട്ടിൽ വീട്ടിലെ ഫുഡ് എന്ന് പറയാണ്ട് നല്ല നാടൻ ഫുഡ് ഉണ്ടായിരുന്നു. അതും കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മലപ്പുറം ടച്ച് ചെയ്തിക്കാണ്ട് നേരെ നമ്മൾ മഞ്ചേരി നിലമ്പൂർ എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് വണ്ടി സൈഡാക്കിയാണ്, ഒന്ന് ഫ്രഷ് ആവാം, ഒന്ന് റിലാക്സ് ആയിട്ട് പോകാൻ വിചാരിച്ചു. ദെൻ അവിടെ എത്തിയൊരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ ഒന്നും നോക്കില്ല, നമ്മളെ സെൽഫി കൊള്ളി ഒന്ന് പൊക്കിക്കാണ്ട് പിന്നെ ഒരു പട്ടിഷോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഒരു കിടിലം പൈനാപ്പിളും കഴിച്ചിക്കാണ്ട് നമ്മൾ നേരെ പിടിക്കുകയാണ് ഗൂഡല്ലൂർ. ഇനി എവിടെ നിർത്തൂല, ഗൂഡല്ലൂർ മാത്രമേ സ്റ്റോപ്പുള്ളൂ. ഗൂഡല്ലൂർ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, ഊട്ടി കണ്ട് കയറിയപ്പോൾ തണുപ്പ് കൂടിയപ്പോൾ 1 2 3 4 ടീഷർട്ടിൻ്റെ മേലെ 2 ജാക്കറ്റ് ഇട്ടുകാണ്ട് ഊട്ടിയിലോട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ലെവലിൽ. കാരണം ഞാൻ 1 2 3 4 ടീഷർട്ടിൻ്റെ മേലെ 2 ജാക്കറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചോളൂ എത്രത്തോളം തണുപ്പുള്ളത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള മുൻകരുതലോട് കൂടി വരിക. ഇവിടുത്തെ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിൾ അല്ല, കാരണം അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 6000 7000 ഒക്കെയാണ് റൂമിന് വരുന്നത്. നമ്മൾ ഫുഡും കഴിച്ചിക്കാണ്ട് പുറത്തുകൊന്നും ഇനി ഇറങ്ങാൻ വയ്യ, അമ്മാതിരി തണുപ്പാണ്. എന്തായാലും ഊട്ടിയത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് പാർട്ട് 2 ഉണ്ടാവും. ബൈ ബൈ.